നമസ്കാരം, UNIലേക്ക് സ്വാഗതം. ഞാൻ ജോയൽ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് AI കുറിച്ചാണ്. എന്താണ് AI? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർക്ക് ഭയവും മറ്റു ചിലർക്ക് ജിജ്ഞാസയുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരേ സമയം ഉണ്ടാകുന്നത്? ഇതിനോടുള്ള ഭയം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നതുകൊണ്ടാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI എന്നും അല്ലെങ്കിൽ ഇതിൻ്റെ പരിമിതികൾ എന്താണെന്നും നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. ജിജ്ഞാസ ഇതിൻ്റെ പരിമിതികൾ തന്നെയാണ്. ഇതിന് എത്രത്തോളം വളരാൻ പറ്റും, നമുക്കിതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ജിജ്ഞാസ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരിമിതികൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന പടം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇമേജസിനെ എൻഹാൻസ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടിത്തരുന്ന AI അല്ല. അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടിത്തരുന്ന, നമ്മൾ പറഞ്ഞ ലൈറ്റ് ഓണാക്കുന്ന ഒരു ലോ ലെവൽ AI കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് സുപ്പീരിയർ AI ആണ്. ഹൈ ലെവൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള, അത്രയും അഡ്വാൻസ് കോഡിംഗ് ഉള്ള, അത്രയും സൊഫിസ്റ്റിക്കേറ്റഡായ ഒരു AI, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള AI. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ഹൈ ലെവൽ ഹൈ അഡ്വാൻസ് AI നമ്മളെ സഹായിക്കാൻ ഉണ്ടാക്കിയ AI എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഭയമുണ്ടാക്കുന്നത്? അപ്പോൾ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇറങ്ങിയത് മുതൽ നമ്മുടെ സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ വർക്കിടത്തും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് AI അല്ലെങ്കിൽ പലരുടെയും ജോലി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതുതന്നെയാണ് പലരും ഭയമുളവാക്കിയത്. അപ്പോൾ ഇതിനിടയിലാണ് US മിലിറ്ററിയിലെ ഹൈലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ഒരു ബോംബ് ഇട്ടത്. അതെന്താണെന്നല്ലേ? അപ്പോൾ US മിലിറ്ററിയുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും പെർമിഷനോട് കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് US മിലിറ്ററി കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് AI ഡ്രോൺസ് ടെസ്റ്റിനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് ചെയ്യേണ്ട പ്രവൃത്തികൾ ടാർഗറ്റിനെ സ്വയം കണ്ടെത്തി അതിനെ ബോംബോ അല്ലെങ്കിൽ വെടിവെച്ചോ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നശിപ്പിക്കുന്നതിന് ഓരോ ടാർഗറ്റ് നശിപ്പിക്കുമ്പോഴും ഈ ഡ്രോണിന് ഓരോ പോയിൻ്റ് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം നമ്മളെപ്പോലെ തന്നെ ഡ്രോണിന് മത്സര ബുദ്ധികൾ തുടങ്ങി. അപ്പം ഇതിനും കൂടുതൽ പോയിൻ്റ് കിട്ടാനായിട്ട് കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോൾ ഈ ആക്രമണങ്ങൾ നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. ഒരു ടാർഗറ്റിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ടാർഗറ്റിനെ കണ്ടുപിടിച്ചു, ഇതിനെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് ഡ്രോൺ പറയുമ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ യെസ് ഓർ നോ കമാൻഡ് കൊടുക്കുന്നത് ഒരു ബേസിൽ നിന്നും ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ ഡ്രോണിന് പോയിൻ്റ് നേടുന്നതിൽ നിന്നും തടസ്സമായി നിൽക്കുന്നത് ഈ ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ്. അതായത് ഈ പോയിൻ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ യെസ് ഓർ നോ കമാൻഡ് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഡ്രോൺ നോക്കുമ്പോൾ ഡ്രോണിന് ഈ കമാൻഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്തുള്ള ഒരു ടവറിൽ നിന്നാണ്. അപ്പോൾ ഡ്രോൺ ഈ ടവറിനെ നശിപ്പിക്കുകയാണ്. തലനാരിഴയ്ക്കാണ് ഈ പട്ടാളക്കാർ രക്ഷപ്പെട്ടത്. കാരണം അവരാരും ടവറിലില്ലായിരുന്നു. അവിടെ സിഗ്നൽ വരുന്നത് മാത്രമായിരുന്നു ടവറിൽ നിന്നും. യഥാർത്ഥത്തിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നല്ലായിരുന്നു. അപ്പോൾ ഈ സാധനം സോഷ്യൽ ലോകത്തേക്ക് എത്തിയോടുകൂടി ഭയങ്കരമായിട്ട് ഭീതി ഉളവാക്കാൻ തുടങ്ങി. കാരണം ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഡ്രോണുകൾ അല്ലെങ്കിൽ AIക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ വാട്ട് നോട്ട്, മറ്റെന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക പരത്തുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ചർച്ചകളും നടക്കുന്നതിനിടയ്ക്കാണ് ജെഫ്രി എവറസ്റ്റ് ഹിൻഡൻ എന്ന് പറഞ്ഞ വ്യക്തി 2023 ഗൂഗിളിൽ നിന്നും രാജിവെക്കുന്നത്. അദ്ദേഹം രാജിവെക്കുമ്പോൾ പറയുന്ന കാരണം അദ്ദേഹം AIക്ക് വേണ്ടിയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി AIയുടെ ഭവിഷ്യത്തുകൾ, അപ്പോൾ 2 വർഷം മുമ്പ് കണ്ട AI അല്ല ഇപ്പോൾ ഉള്ളത്, ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡായി. അപ്പം ഈ AIയുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അദ്ദേഹം ഒരു എൻറ്റിറ്റിയുടെയും ഭാഗമാകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതായത് ഒരു സ്ട്രിങ്സും അദ്ദേഹത്തിനെ പുറകോട്ട് വലിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഗൂഗിളിൽ നിന്നും രാജിവെച്ച് AIയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഈ ജെഫ്രി ഹിൻഡൻ എന്ന് പറയുന്നയാൾ ചെറിയ മനുഷ്യനൊന്നുമല്ല. അദ്ദേഹം 2024 ഭൗതികശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തി കൂടിയാണ്. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ജിജ്ഞാസ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഭയം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് AI മനുഷ്യനെ ഓവർ പവർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് ഗുണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ വളമിട്ടുകൊണ്ട് ഒരുപാട് നമുക്ക് സിനിമകളും വെബ് സീരീസുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കൂട്ടി വായിച്ചാണ് മനുഷ്യൻ ഇതിൻ്റെ
ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അടുത്ത AI ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ചർച്ച ചെയ്യുന്നത്, ചിന്തിക്കുന്നത് ഈ ഇറങ്ങിയ സിനിമകളൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ AI ഫ്യൂച്ചറും AI എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളെ കാണിച്ചു തന്ന ഹോളിവുഡിനും ഇപ്പോൾ AI അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ ഇവർക്കൊക്കെ പകരം ഇവർ AI ഉപയോഗിച്ച് തുടങ്ങി. അതായത് ലൈവ് എൻവയോൺമെൻറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ AI ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അവിടെ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ മോക്ക് ചെയ്യുന്ന AI ഇമേജസിനെ അവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇപ്പോൾ പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണ്ട, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളെ വേണ്ട. അത് ഇപ്പോൾ ഹോളിവുഡിൽ ഒരു സമരത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ പേ ഓഫ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഹോളിവുഡിൽ. അപ്പോൾ ഹോളിവുഡിൽ മാത്രമാണോ ഈ പ്രശ്നങ്ങൾ? അല്ല, മറിച്ച് നമ്മുടെ ഇവിടുത്തെ വർക്ക് പ്ലേസുകളിലും ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് IT ഡിപ്പാർട്ട്മെൻറ്റ്. IT മേഖല AI ഓവർ പവർ ചെയ്യും അല്ലെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള പ്രചാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാമ്പത്തിക മാന്ദ്യം ആഞ്ഞടിക്കുന്നതും ഒത്തിരി ആൾക്കാരുടെ ജോലി പോകുന്നതും അവരെയൊക്കെ AI റിപ്ലേസ് ചെയ്യും. അതോടെ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായി, അല്ലെങ്കിൽ ചർച്ചകൾ വീണ്ടും രൂക്ഷമായി. ഒത്തിരി കമ്പനികൾ ആൾക്കാരെ ലേ ഓഫ് ചെയ്യാൻ തുടങ്ങി, അവർക്ക് പകരം AI ഡിപ്ലോയ് ചെയ്യാൻ തുടങ്ങി. കമ്പനികൾക്ക് കൂടുതൽ ലാഭമാണെങ്കിലും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ അവരുടെ ജോലിയും നഷ്ടപ്പെട്ടു. ഇത് കൂടുതൽ ആശങ്കയുണ്ടാക്കി. അപ്പോൾ AIക്ക് മറ്റെന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ ഇമോഷൻസായ സ്നേഹം, കരുതൽ അല്ലെങ്കിൽ ഭയം ഇതൊന്നും പ്രോസസ്സ് ചെയ്യാൻ AIക്ക് കഴിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ പരാജയമാണ്. കൊടുത്തിരിക്കുന്ന ഫെൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമാണ് AIക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. ഇതാണ് AIയുടെ മറ്റൊരു പരാജയമായിട്ട് കാണുന്നത്. അതായത് ഒരു AIയുടെ ക്രിയേറ്റർ എന്താണോ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണോ AI ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് മാത്രമാണ് AIക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. അതല്ലെങ്കിൽ ഹൈലി സുപ്പീരിയറായിട്ട് കോഡ് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടി AIക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാവാം ആരും അത് ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനൊരു ശ്രമത്തിന് ആരും മുതിരാത്തത് അതുകൊണ്ടാവാം. അപ്പോൾ എന്തിനാണ് AI ഡ്രിവൺ കാറുകൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ AI ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വീഡിയോ എൻഹാൻസ് ചെയ്യുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം AI ചെയ്യുന്നു. AI ശരിക്കും ക്രിയേറ്റ് ചെയ്തത് മനുഷ്യനെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യന് സഹായിയായിട്ടാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പല ജോലികളും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും AI ഉണ്ടാക്കിയത്. അത് ത്രെട്ടായി മാറുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. പലരും അതൊരു ത്രെട്ടാകുമെന്ന് പറയുന്നെങ്കിലും ഒരിക്കലും ഒരു ക്രിയേറ്ററും അത്രയും പെർമിഷൻ ഒരു AIക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഒരു ഡെവലപ്പറോട് ചോദിച്ചാൽ മനസ്സിലാകും, ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ക്രിയേറ്റ് അല്ലെങ്കിൽ എഴുതേണ്ടി വരുന്ന കോഡുകൾ. അപ്പോൾ എന്താണ് AI? വാട്സപ്പ് പോലെ, ഫേസ്ബുക്ക് പോലെ മറ്റൊരു ആപ്ലിക്കേഷനാണ് AI. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള AIs ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റ് പല ടൂൾസുമായിട്ട്, അതായത് ഡ്രോൺ, അതുപോലെ തന്നെ വെഹിക്കിൾസ്, അങ്ങനെ പല ടൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് AI പ്രശ്നമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഭീഷണിയൊക്കെ നേരിടുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കുന്നത്രയും പ്രശ്നം AIക്കുണ്ടോ? ശരിക്കും ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു ക്രിയേറ്ററും അവനവൻ്റെ നാശത്തിന് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. AIനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ഇത് എന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും പ്രോഗ്രാമുകൾ നടത്തുക. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ ഒരിക്കലും മനുഷ്യരാശിയുടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസാനത്തിന് വേണ്ടിയിട്ടോ ആരും ഇത് ക്രിയേറ്റ് ചെയ്യില്ല. ഒരിക്കലും ഗോഡ്ലി പവർ അല്ലെങ്കിൽ ദ എൻറ്റയർ പ്രിവിലേജ് അല്ലെങ്കിൽ പെർമിഷൻസ് ഒരിക്കലും ആരും AIക്ക് കൊടുക്കാനും പോകുന്നില്ല. അതിൻ്റെ കാരണം ഏതൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പർക്കും കൃത്യമായ ധാരണയുണ്ട് തൻ്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന്. അതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ടും ഉണ്ടാവും. ഒരു ആപ്ലിക്കേഷന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഫ്ലോസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, കൃത്യമായിട്ടുള്ള ഫ്ലോ ചാർട്ടുണ്ട്, അതിന് കൊടുക്കപ്പെട്ടിരിക്കുന്ന കൺട്രോളുകളുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു നൂല്, പട്ടത്തിൻ്റെ നൂല് പോലെ ഒരു നൂല് എപ്പോഴും ഈ അഡ്മിൻ്റെ അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആളുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ ഇത് എന്ത് പർപ്പസിനാണോ ക്രിയേറ്റ് ചെയ്തത് ആ പർപ്പസ് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് ഓരോ ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെയാണ് AIയും ചെയ്യുക. ഒരിക്കലും മനുഷ്യരാശിയുടെ നാശത്തിന് വേണ്ടിയിട്ട് AI ക്രിയേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനൊരു അപരാധം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ചില ജോലികളൊക്കെ AI നഷ്ടപ്പെട്ടേക്കാം. ഉദാഹരണം ഡ്രൈവർ ജോലികൾ. ഒരു 10 വർഷത്തിന് ശേഷം വർക്കേഴ്സ് ഉണ്ടാകുമോ എന്നറിയത്തില്ല. ഉണ്ടെങ്കിൽ കൂടുതലും AI ഡ്രിവൺ വണ്ടികളായിരിക്കും. അതുപോലെ പല ജോലികളും AI അല്ലെങ്കിൽ AI ഇൻ്റഗ്രേറ്റഡ് ടൂൾസിന് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ അപ്പോഴും
അതിൻ്റെയൊക്കെ ബാക്ക് വീലിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ ചരട് വലിക്കാനായിട്ട് ഒരു മനുഷ്യനെ നമ്മൾ ഇപ്പോഴും നിയന്ത്രിച്ചിരിക്കും അല്ലെങ്കിൽ നിയമിച്ചിരിക്കും. കാരണം ഒരിക്കലും നമ്മൾ യന്ത്രത്തെ അത്ര വിശ്വസിക്കാറില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുക മാനുവൽ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ മനുഷ്യനാൽ തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പൂർണ്ണമായിട്ടും ഒരിക്കലും ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നമ്മുടെ അനാലിസിസ് പറയുന്നത്. എയുടെ പല ദൂഷ്യവശങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകളും ഇതിനെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനെ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ എയെ ഓപ്പൺ സോഴ്സിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതു ഇൻ്റർനെറ്റിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിയാലിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നിയത് പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന സീരീസാണ്. അത് കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം, അല്ലെങ്കിൽ അത് അത്യാവശ്യം കോഡ് ചെയ്യുന്നവർക്കെങ്കിലും അത് മനസ്സിലായിരിക്കും എത്രത്തോളം അത് റിയാലിറ്റിയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത്. ഒരു എയെ തുറന്നു വിട്ടാലുള്ള പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിനെ പരിഹരിക്കാൻ പോകുന്ന നമ്മുടെ ഹെറാൾഡനും ടീമൊക്കെയാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനും. അതുപോലെ തന്നെ എയുടെ പ്രശ്നങ്ങളും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എയുടെ പ്രവർത്തനങ്ങളെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ സീരീസിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിയാലിറ്റിയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വെബ് സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ അത് വേണേൽ പറയാം. മറ്റതൊക്കെ ഭയങ്കര ഹൈഫൈ അല്ലെങ്കിൽ ഓവർ റേറ്റഡ് ആയിട്ടുള്ള വെബ് സീരീസുകളും സിനിമകളൊക്കെയാണ് മറ്റ് പല വ്ളോഗേഴ്സും അതുപോലെ തന്നെ മറ്റു പലരും പറഞ്ഞു കേട്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള വെബ് സീരീസും ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ റിയാലിറ്റിയുമായിട്ട് എങ്ങനെയാണ് ഒരു എ ചേർന്ന് നിൽക്കുന്നതൊക്കെ ഈ സീരീസ് കണ്ടാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും. ഹെറാൾഡിൻ്റെ കയ്യിൽ നിന്നും എയുടെ സ്ഥാനങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്യുമ്പോൾ ഹെറാൾഡിനെ തന്നെ വില്ലനായി കാണുന്ന ഒരു എ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഏകദേശം ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, തുറന്നു വിട്ടാലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ് ആയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ തന്നെ മനസ്സിലാവും. പക്ഷേ ഇത്രയുമൊക്കെ അഡ്വാൻസ് ആകണമെങ്കിൽ, കോഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 5-6 വർഷങ്ങൾ തന്നെ എടുക്കും. ഇത്രയും കോഡ് ചെയ്ത് തരണമെങ്കിൽ തന്നെ നമ്മുടെ C പ്രോഗ്രാം തന്നെ കോഡ് ചെയ്യാൻ ഏകദേശം 2 വർഷം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആധുനിക കാലത്ത് ആധുനിക ടെക്നോളജികളും ഉപയോഗിച്ച് കോഡ് ചെയ്താൽ തന്നെ ഏകദേശം 3-4 വർഷം എടുക്കും ഒരു ആപ്ലിക്കേഷൻ, ഇതുപോലൊരു ആപ്ലിക്കേഷൻ കോഡ് ചെയ്ത് തീരാനായിട്ട്. പിന്നെ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം 5-6 വർഷം അല്ലെങ്കിൽ 8 വർഷമെങ്കിലും എടുക്കാതെ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളി ഫങ്ഷണലായിട്ട് പുറത്തിറങ്ങാൻ യാതൊരു ചാൻസുമില്ല. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ എയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ വലുതായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. കാരണം പല ടെക്നോളജിയുമായിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഉദാഹരണം ക്യാമറ, മൊബൈൽസ്, ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഒരു പരിധിവരെ എയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്ന് വേണേൽ പറയാം. പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള ക്യാമറകളും അതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് ആയിട്ട് കൂടുതൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് സാംസങ്ങിൻ്റെ S22 അൾട്രയൊക്കെ. മൂണിനെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അത് എയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയാവും മൂണെന്നൊക്കെയുള്ള ഫോട്ടോ മറ്റ് പല ഇൻ്റർനെറ്റുകളിൽ നിന്ന് എടുത്താണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എയുടെ ഏറ്റവും നല്ല ഗുണങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും മനുഷ്യരാശിയുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മറ്റ് ടൂളുകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോലത്തുള്ള ടൂൾസുകൾ, ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വരുമ്പോൾ പേടിച്ച പോലെയാണ് ഇപ്പോൾ വരുമ്പോൾ പേടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് ചില ദൂഷ്യവശങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ പേടിക്കുന്നത്ര വിധം ഭയാനകമല്ല ഒരിക്കലും അല്ലെങ്കിൽ അത്രയും ഭയാനകമാകാൻ നമ്മളൊരിക്കലും വിടില്ല എന്ന് വേണം പറയാൻ. കാരണം ഹ്യൂമൻ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ എഐക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാർ സോണുകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറക്കി വിടാൻ പ്രാക്ടിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ഇതൊരിക്കലും ഓപ്പൺ സോഴ്സിലേക്ക് വിടാത്തതും തുറന്നു വിടാത്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റൊരു സ്റ്റോറിയുമായിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ്, ജോയൽ ജോസഫ്.